നെന്മാറയിലും അയിലൂരിലും നേടിയ വിജയങ്ങൾ അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് കോൺഗ്രസ്. നെന്മാറ, അയിലൂർ പഞ്ചായത്തുകളിൽ UDF നേടിയ വിജയം മുന്നണിയുടെ നയങ്ങൾക്കും പ്രവർത്തനത്തിനും കിട്ടിയ അംഗീകാരമാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ചക്രായി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നപ്പോൾ നെന്മാറ ബ്ലോക്കിനകത്ത് കോൺഗ്രസിന് UDFന് മികച്ച മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നെന്മാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തവണ 9 സീറ്റിൽ ടോസിലാണ് ഭരണം നടത്തിപ്പോയിരുന്നത് എങ്കിൽ ഇത്തവണ 13 സീറ്റിൻ്റെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി നെന്മാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം നിലനിർത്താൻ കോൺഗ്രസിനും UDFനും സാധിച്ചു എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി അയിലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPIM ആണ്. ആ CPIMൻ്റെ ഭരണത്തെ ഇവിടെ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ട് ഇവിടെയും UDFന് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നതും അഭിമാനകരമായ മറ്റൊരു നേട്ടമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തെങ്ങുംപാടം എന്ന് പറയുന്ന അയിലൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലാണ്. 10 വർഷമായി ഈ വാർഡ് ഉൾപ്പെടെ CPIMൻ്റെ ആയിരുന്നു. ഇന്ന് ഇവിടെ ഗ്രാമപഞ്ചായത്തിന് UDFന് മെമ്പറുണ്ട് എമിലി ബിജു. ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി എനിക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു. ഇവിടെ നിന്ന് മത്സരിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 2430 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം തിരികെ പിടിക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അയിലൂർ പഞ്ചായത്തിലെ വികസന രാഹിത്യവും ജനം ചർച്ച ചെയ്തു. നെന്മാറയിൽ സീറ്റുകളുടെ എണ്ണം 13 ഉയർത്താനായത് ഭരണത്തിന്റെ നേട്ടമാണ്. അയിലൂർ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനായതും പ്രവർത്തകരുടെയും നേതാക്കളുടെയും പ്രവർത്തന മികവ് കൊണ്ടാണെന്നും വിനോദ് അവകാശപ്പെട്ടു. അയിലൂരിൻ്റെ ഭരണം ഉൾപ്പെടെ നെന്മാറയുടെ ഭരണം ഉൾപ്പെടെ ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങളത് അധികാരത്തിൻ്റെ അഹങ്കാരമൊന്നും ഉപയോഗിക്കാതെ ഈ നാട്ടിലെ ആളുകളോടൊപ്പം നിന്നുകൊണ്ട് ഈ നാടിൻ്റെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം കാഴ്ചവെച്ച് മാതൃകാപരമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസും UDFും നിങ്ങളോടൊപ്പം ഉണ്ടാവും, ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുറപ്പ് നൽകുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.